ഹായ് നമസ്കാരം. സന്ദീപ് വാര്യർ കോൺഗ്രസിനൊപ്പം ചേർന്നതോടെ ആശങ്കയിലാണ് ബി.ജെ.പി നേതൃത്വം. ഒരു ചലനവും സന്ദീപിന് ഉണ്ടാകാനാകില്ലെന്ന് പറയുമ്പോഴും തെരഞ്ഞെടുപ്പിന് ശേഷം പാലക്കാട് ജില്ലയിൽ പാർട്ടിയുമായി അഭിപ്രായ ഭിന്നതയുള്ള മറ്റാരെങ്കിലും പാർട്ടി വിടുമോ എന്ന ഭീതിയിലാണ് നേതാക്കൾ. CPIM-നൊപ്പം പോകുമെന്ന് കരുതിയിരുന്ന സന്ദീപ് വാര്യരുടെ കോൺഗ്രസ് പ്രവേശനം അപ്രതീക്ഷിതമായിരുന്നു. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ നടപടിയെടുക്കാമെന്ന് കരുതിയ ബി.ജെ.പി സംസ്ഥാന നേതൃത്വത്തെ ഞെട്ടിക്കുന്നതായിരുന്നു നീക്കങ്ങൾ. പരസ്യമായി നേതാക്കൾ പരിഹസിക്കുകയും പാർട്ടിക്കുള്ളിൽ ഒരു ചലനവും ഉണ്ടാകില്ലെന്ന് പറയുകയും ചെയ്യുമ്പോഴും നേതൃത്വത്തിന് ചില ആശങ്കകളുണ്ട്. അതിന്റെ ആദ്യപടിയായിരുന്നു സന്ദീപിന്റെ കോൺഗ്രസ് പ്രവേശനത്തിന് പിന്നാലെയുള്ള കെ സുരേന്ദ്രന്റെ മേലാമുറി മാർക്കറ്റിലെ വോട്ടഭ്യർത്ഥനയും മറുപടിയും. ഒറ്റക്കെട്ടാണെന്ന് പുറത്തു പറയുമ്പോഴും ബി.ജെ.പിയിലെ അടിത്തട്ടിൽ ഇപ്പോഴും അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. പാലക്കാട് നഗരസഭയിലെ ചില കൗൺസിലർമാരും BMS-ലെ ഒരു വിഭാഗം നേതൃത്വത്തിനെതിരെയാണ് അനുനയ നീക്കങ്ങൾ പലകുറി നടത്തിയതെങ്കിലും ഫലമുണ്ടായില്ല. തെരഞ്ഞെടുപ്പിന് ശേഷം ഇത്തരം ആളുകളെ മറുകണ്ഠം ചാടിക്കാൻ സന്ദീപ് ശ്രമിക്കുമോ എന്നതാണ് പ്രധാന ആശങ്ക. ഒപ്പം കൊടകരയുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും വെളിപ്പെടുത്തലുകൾ നടത്തിയാൽ അത് കെ സുരേന്ദ്രനും പാർട്ടിക്കും തിരിച്ചടിയാകും. ശോഭാ സുരേന്ദ്രനെതിരെ പാർട്ടിക്കുള്ളിലെ കരുനീക്കങ്ങൾ. തുറന്നു പറഞ്ഞാൽ ശോഭയ്ക്കൊപ്പം നിൽക്കുന്നവർ നേതൃത്വത്തിനെതിരെ തിരിഞ്ഞേക്കും. അതുകൊണ്ട് തന്നെ സന്ദീപിനെ പ്രകോപിപ്പിക്കാതെ അടുത്ത നീക്കങ്ങൾ നിരീക്ഷിക്കുകയാണ് നേതൃത്വം. അതേസമയം ബി.ജെ.പി വിട്ട് കോൺഗ്രസിൽ ചേർന്ന സന്ദീപ് വാര്യർ ഇന്ന് മലപ്പുറത്തെത്തി പാണക്കാട് ശിഹാബ് അലി തങ്ങളെ സന്ദർശിക്കും. രാവിലെ 8:30 പാണക്കാട് എത്തുന്ന സന്ദീപ് വാര്യർക്കൊപ്പം ജില്ലയിലെ കോൺഗ്രസ് നേതാക്കളും സന്ദർശനം നടത്തും. PK കുഞ്ഞാലിക്കുട്ടി, PMA സലാം തുടങ്ങിയ ലീഗ് നേതാക്കളുമായും സന്ദീപ് വാര്യർ പാണക്കാട് വെച്ച് കൂടിക്കാഴ്ച നടത്തും. അതേസമയം സന്ദീപ് വാര്യർ പോയത് പാർട്ടിയെ ബാധിക്കുമെന്ന് ബി.ജെ.പി ദേശീയ കൗൺസിൽ അംഗം N ശിവരാജൻ. സന്ദീപ് വാര്യർ ബി.ജെ.പി വിടരുതായിരുന്നു എന്നാണ്. സന്ദീപിന് പിറകെ ആരും ബി.ജെ.പിയിൽ നിന്ന് കോൺഗ്രസിലേക്ക് പോകില്ലെന്നും അദ്ദേഹം ഒരു സ്വകാര്യ ചാനലിനോട് പറഞ്ഞു. കോൺഗ്രസിലേക്ക് പോകുമെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ സന്ദീപിനെ തടയുമായിരുന്നു. കോൺഗ്രസ് പ്രവേശനത്തിന് തലേന്നാൾ സന്ദീപ് വാര്യർ വിളിച്ചിരുന്നു. എന്നാൽ ഇക്കാര്യം പറഞ്ഞില്ല. മുങ്ങുന്ന കപ്പലിലേക്കാണ് സന്ദീപ് പോയത്. സന്ദീപ് ബി.ജെ.പിയിൽ ഉറച്ചു നിൽക്കണമായിരുന്നു എന്നും അദ്ദേഹം പറഞ്ഞു. ബി.ജെ.പിയിൽ കലാപക്കൊടി ഉയർത്തിയ സന്ദീപ് വാര്യർ ഇന്നലെയാണ് കോൺഗ്രസിൽ ചേർന്നത്. കുറച്ചു കാലമായി പാർട്ടിയിൽ നേരിടുന്ന അവഗണനയ്ക്കൊടുവിൽ നാടകീയമായാണ് സന്ദീപ് വാര്യരുടെ കോൺഗ്രസ് പ്രവേശനം. പാലക്കാട്ടെ കോൺഗ്രസ് തിരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിലെത്തിയായിരുന്നു പാർട്ടി അംഗത്വം സ്വീകരിച്ചത്. നേതാക്കളും പ്രവർത്തകരും സന്ദീപിനെ ഷാളണിയിച്ച് സ്വീകരിക്കുകയും ചെയ്തു. സംസ്ഥാന നേതൃത്വവുമായും പാലക്കാട്ടെ ബി.ജെ.പി സ്ഥാനാർത്ഥി C കൃഷ്ണകുമാറുമായും ഇടഞ്ഞ സന്ദീപ് വാര്യർ തിരഞ്ഞെടുപ്പിന് പിന്നാലെ പാർട്ടി വിടുമെന്ന അഭ്യൂഹങ്ങൾ ഉയർന്നിരുന്നു. ആദ്യം CPM-ലേക്ക് എന്നായിരുന്നു അഭ്യൂഹം. കേന്ദ്ര കമ്മിറ്റി അംഗം AK ബാലനടക്കം CPM നേതാക്കൾ സന്ദീപിനെ പരസ്യമായി പുകഴ്ത്തിയിരുന്നു. ഇതിനിടെ CPI നേതൃത്വവുമായി സന്ദീപ് വാര്യർ ചർച്ച നടത്തിയെന്ന റിപ്പോർട്ടും വന്നു. അനിശ്ചിതത്വങ്ങൾക്ക് ഒടുവിൽ സന്ദീപ് താമര താഴെ വെച്ച് കോൺഗ്രസിന്റെ കൈപ്പിടിക്കുകയായിരുന്നു. സന്ദീപ് വാര്യരെ അടർത്തിയെടുക്കാൻ കോൺഗ്രസ് നേതൃത്വം നടത്തിയ ചടുല നീക്കങ്ങൾ അതീവ രഹസ്യമായിരുന്നു. പ്രതിപക്ഷ നേതാവ് VD സതീശനാണ് ഓപ്പറേഷന് ചുക്കാൻ പിടിച്ചത്. കൊച്ചിയിലും ബാംഗ്ലൂരിലുമായി നടന്ന ചർച്ചകൾ ചോർന്നില്ല. തിരഞ്ഞെടുപ്പ് കാലമായതിനാൽ RSS BJP നേതൃത്വം സന്ദീപിനെ നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു. CPM-നും BJP-ക്കും സംശയം തോന്നാത്ത രാഷ്ട്രീയ കൈക്കടത്തോടെ ശരവേഗത്തിലാണ് കോൺഗ്രസ് തീരുമാനമുണ്ടാക്കിയത്. സന്ദീപിനോട് സംസാരിക്കാൻ നേതാക്കളെ ചുമതലപ്പെടുത്തിയത് മുതൽ എല്ലാ പ്രതിപക്ഷ നേതാവ് അതീവ ജാഗ്രതയോടെ നിയന്ത്രിച്ചു. പാലക്കാട്ടെ മുതിർന്ന നേതാവ് P ഹരിഗോവിന്ദനെയാണ് ആദ്യം നിയോഗിച്ചത്. പാലക്കാട്ടെ മറ്റ് നേതാക്കളെ മാറ്റി നിർത്തിയിരുന്നു. DCC അധ്യക്ഷനെ പോലും അന്തിമഘട്ടത്തിൽ അറിയിച്ചാൽ മതിയെന്നായിരുന്നു നിർദ്ദേശം. പിന്നീട് ബെന്നി ബെഹനാൻ അടക്കം ചർച്ചയിൽ പങ്കാളികളായി. രണ്ടാം ഘട്ടത്തിലാണ് AICC ഇടപെട്ടത്. മുഖ്യമന്ത്രി പിണറായി വിജയനും CPM-നുമെതിരെ ചോദ്യങ്ങളുമായി പ്രതിപക്ഷ നേതാവ് VD സതീശൻ. BJP-യിൽ നിന്ന് ആരും മറ്റൊരു പാർട്ടിയിലേക്കും പോകരുതെന്ന നിലപാടാണോ മുഖ്യമന്ത്രിക്കെന്ന് VD സതീശൻ ചോദിച്ചു. പറവൂരിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിലായിരുന്നു പ്രതിപക്ഷ നേതാവിന്റെ പരാമർശം. കണ്ണൂരിൽ RSS നേതാവിനെ മാലയിട്ട് സ്വീകരിച്ചപ്പോൾ ആദർശം എവിടെ പോയെന്നും VD സതീശൻ ചോദിച്ചു. ഒരു കാരണവശാലും കേരളത്തിൽ മതപരമായി ഭിന്നിപ്പുണ്ടാക്കാനുള്ള ശ്രമങ്ങളെ ഐക്യ ജനാധിപത്യ മുന്നണി അനുവദിക്കില്ലെന്നും അദ്ദേഹം പറഞ്ഞു. കോൺഗ്രസിൽ നിന്ന് ഒരാൾ BJP-യിലേക്ക് പോകുമ്പോൾ പരിഹസിക്കുന്നവർക്ക് എന്തിനാണ് വർഗീയതയുടെ രാഷ്ട്രീയം വിടിഞ്ഞ് ഒരാൾ തങ്ങളോടൊപ്പം ചേരുമ്പോൾ അതൃപ്തി ഉണ്ടാകുന്നതെന്നും VD സതീശൻ ചോദിച്ചു. കഴിഞ്ഞ ദിവസം സന്ദീപ് വാര്യരെ
ക്രിസ്റ്റൽ ക്ലിയർ ആണെന്നും വെറുപ്പിന്റെ രാഷ്ട്രീയം വിട്ടാൽ കൈനീട്ടി സ്വീകരിക്കുമെന്നും പറഞ്ഞവരാണ് ഇപ്പോൾ കോൺഗ്രസിനെ വിമർശിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. സന്ദീപ് വാര്യർ CPM-ലേക്കാണ് പോയിരുന്നതെങ്കിൽ ഒരു പ്രശ്നവും ഉണ്ടാകുമായിരുന്നില്ല. അവരുടെ മുഴുവൻ നേതാക്കളും സന്ദീപിനെ പാർട്ടിയിലേക്ക് ക്ഷണിക്കാം. അപ്പോൾ ബാബരി മസ്ജിദ് ഒന്നും ഒരു വിഷയമല്ല എന്നും VD സതീശൻ മാധ്യമങ്ങളോട് പറഞ്ഞു. വെറുപ്പിന്റെ രാഷ്ട്രീയം വിട്ട് ഇനിയും ആളുകൾ കോൺഗ്രസിലേക്ക് വരും. മാധ്യമങ്ങൾ ഇപ്പോൾ ഉന്നയിക്കുന്ന ചോദ്യങ്ങൾ പത്മജ വേണുഗോപാലിനോടും അനിൽ ആന്റണിയോടും ചോദിക്കാതിരുന്നത് എന്തുകൊണ്ടാണെന്നും അദ്ദേഹം ചോദിച്ചു. മുഖ്യമന്ത്രിയുടെ പരാമർശം ചൂണ്ടിക്കാട്ടിയായിരുന്നു അദ്ദേഹത്തിന്റെ പരാമർശം. MP രാജേഷ് കപടതയുടെ വാക്താവാണെന്നും CPM-ന്റെ നാണംകെട്ട രാഷ്ട്രീയമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. സന്ദീപ് വാര്യർക്ക് പിന്നാലെ കൂടുതൽ BJP നേതാക്കൾ കോൺഗ്രസിലെത്താൻ സാധ്യത. പാലക്കാട് നഗരസഭാ കൗൺസിലർമാരെ ഉൾപ്പെടെ BJP വിടുമെന്നാണ് സൂചന. പാലക്കാട്ടെ BJPക്കുള്ളിൽ വലിയ പ്രശ്നങ്ങളാണ് നടക്കുന്നത്. ഇതിന്റെ തുടർച്ചയായാണ് സന്ദീപ് വാര്യർ BJP വിട്ടത്. BJPയിൽ അവഗണന നേരിടുന്ന പല നേതാക്കളും സന്ദീപുമായി ചർച്ച നടത്തിയിട്ടുണ്ട്. തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ കുറച്ചുപേർ കോൺഗ്രസിലെത്താൻ സാധ്യതയുണ്ട്. പാലക്കാട് നഗരസഭയിലെ കൗൺസിലർമാരടക്കം BJP വിടുമെന്ന വിവരങ്ങളും പുറത്തുവരുന്നു. 3-ലധികം കൗൺസിലർമാർ കോൺഗ്രസിനൊപ്പം പോയാൽ BJPയുടെ നഗരസഭാ ഭരണം നഷ്ടമാകും. അതേസമയം BJP വിട്ട സന്ദീപ് വാര്യരുടെ കോൺഗ്രസിലേക്കുള്ള വരവ് ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന പാലക്കാട്ടെ ജാതി സമവാക്യങ്ങളിൽ മാറ്റം ഉണ്ടാക്കുമെന്ന കണക്കുകൂട്ടലിൽ കോൺഗ്രസ്. കഴിഞ്ഞ കുറെ നാളുകളായി സന്ദീപ് ഉൾപ്പെട്ട മുത്താൻ സമുദായം BJPയുമായി ഉടക്കിലായിരുന്നു. പാലക്കാട് മണ്ഡലത്തിൽ നിർണായക സ്വാധീനമുള്ള മുത്താൻ സമുദായ അംഗമായ നഗരസഭാ അധ്യക്ഷ പ്രിയ അജയനെ മാറ്റി ഇപ്പോഴത്തെ BJP സ്ഥാനാർത്ഥി C കൃഷ്ണകുമാറിന്റെ ഭാര്യയെ നിയമിക്കാൻ ചില ശ്രമങ്ങൾ നടന്നിരുന്നു. അത് നടക്കാതെ വന്നപ്പോൾ പ്രമീള ശശിധരനെ നിയമിച്ചു. ഇതിൽ സമുദായ നേതൃത്വം അസ്വസ്ഥരായിരുന്നു. മുത്താൻ സമുദായ അംഗമായ ശ്രീനിവാസൻ കൊല്ലപ്പെട്ട കേസിന്റെ നടത്തിപ്പിൽ പാർട്ടി നേതൃത്വത്തിന് വീഴ്ച ഉണ്ടായതും സമുദായത്തിന്റെ പ്രതിഷേധത്തിന് ഇടയാക്കിയിരുന്നു. വർഗീയവാദികളുടെ കൊലക്കത്തിക്ക് ഇരയായ RSS നേതാവ് ശ്രീനിവാസന്റെ കുടുംബാംഗങ്ങളെ കോൺഗ്രസിൽ ചേരുന്നതിന് തൊട്ടു മുമ്പ് സന്ദീപ് വാര്യർ സന്ദർശിച്ചിരുന്നു. ഈ കേസിൽ 17 പ്രതികൾക്ക് NIA കോടതി ജാമ്യം അനുവദിച്ച വിഷയം ഇന്നലെ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ സന്ദീപ് വാര്യർ ഉയർത്തിയിരുന്നു. സന്ദീപിന്റെ വരവോടെ മുത്താൻ സമുദായ വോട്ടിൽ വലിയ ചലനമുണ്ടാകും എന്നാണ് UDF കണക്കുകൂട്ടലുകൾ. ഈ സമുദായത്തിൽപ്പെട്ട 6 BJP നഗരസഭാ കൗൺസിലർമാരുടെ നിലപാടുകളിൽ മാറ്റം വന്നാൽ നഗരസഭാ ഭരണം തന്നെ അട്ടിമറിക്കാൻ സാധ്യതയുണ്ട്. ഈ കൗൺസിലർമാരിൽ അധികം പേരും സന്ദീപ് വാര്യരുമായി അടുപ്പം പുലർത്തുന്നവരാണ്. സമുദായത്തിന് നിർണായക സ്വാധീനമുള്ള മുനിസിപ്പൽ പ്രദേശങ്ങൾ ഉൾപ്പെടുന്ന 10-ലധികം ബൂത്ത് പ്രദേശങ്ങളിൽ ഇതാദ്യമായി സ്ക്വാഡ് പ്രവർത്തനങ്ങൾ നടത്താൻ കഴിഞ്ഞത് വലിയ മുന്നേറ്റമായിട്ടാണ് കോൺഗ്രസ് വിലയിരുത്തുന്നത്. ഇതേവരെ മുത്താൻ സമുദായം BJP വിരുദ്ധ നിലപാട് പരസ്യമായി പ്രഖ്യാപിച്ചിട്ടില്ല. പക്ഷേ ഇതുവരെ അവരുടെ സമ്പൂർണ്ണ പിന്തുണ ലഭിച്ചിരുന്ന അവസ്ഥയിൽ നിന്ന് കാര്യമായ വിള്ളൽ ഉണ്ടായിട്ടുണ്ടെന്ന് BJP പ്രവർത്തകർ സമ്മതിക്കുന്നുണ്ട്. ഇത്തവണ ഉപതെരഞ്ഞെടുപ്പിലെ കൃഷ്ണകുമാറിന്റെ സ്ഥാനാർത്ഥിത്വം തന്നെ അപസരങ്ങൾക്കും ഇടയാക്കിയിരുന്നു. ശോഭാ സുരേന്ദ്രന് സ്ഥാനാർത്ഥിത്വം നൽകാം എന്നായിരുന്നു സമുദായത്തിലെ പ്രമുഖ വിഭാഗത്തിന്റെ താല്പര്യം.